തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് തിരുമല അനിൽകുമാറിന്റെ മരണം വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. ഈ ഒരു വാർത്ത വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചകൾ വന്നിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് താഴേക്കിടയിലുള്ള അണികൾ എന്ത് ചെയ്താലും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു നയതന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ബി.ജെ.പിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരായി നിൽക്കുന്ന പല അണികളെയും നേരിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഉയർന്ന നേതാക്കന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ട് അനുനയിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു വിജയം ഇവർക്ക് സാധ്യമാകും. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമല അനിൽകുമാറിന്റെ മരണം ബി.ജെ.പി അത്രത്തോളം പ്രതിരോധത്തിലാക്കത്തില്ല എന്ന് ബി.ജെ.പി പറയുമ്പോഴും അവർ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എം.എസ്. കുമാർ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതാവ് ആയിരുന്നു. അതായത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി.ജെ.പിയിലെ തന്നെ ഒരു സംസ്ഥാന നേതാവ് പറയുകയുണ്ടായി, ഇദ്ദേഹം ബി.ജെ.പിയുടെ ആരുമല്ല, ബി.ജെ.പിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സഹകരണ സംഘമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചു. അല്ല, എം.എസ്. കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു, തിരുമല അനിൽകുമാറിന്റെ അതേ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഞാനും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. തിരുമല അനിൽകുമാറിന് എന്താണോ സംഭവിച്ചത്, അതായത് ബി.ജെ.പി നേതാക്കന്മാരും ബി.ജെ.പി പ്രവർത്തകരും കൂടി പൈസ വാങ്ങി പറ്റിച്ചൊരു രീതി, അതിനപ്പുറത്തേക്ക് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം, അതേ സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നത്. തനിക്കും ഇത്തരത്തിൽ 40, 50, 30, 35 ലക്ഷം രൂപ വരെ വായ്പ എടുത്ത് തിരിച്ചടക്കാതെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരുപാട് ബി.ജെ.പി നേതാക്കന്മാരുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. പത്മനാഭന്റെ പേരിൽ തുടങ്ങിയ സഹകരണ സംഘം പിന്നീട് പടർന്ന് പന്തലിച്ച് തിരുവിതാംകൂർ സഹകരണ സംഘമായിട്ട് മാറുമ്പോൾ അവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ കഥകൾ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ മാത്രമാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ബോധ്യം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഇത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് വിഭ്രാന്തി പിടിച്ച് ഇന്ന് എം.എസ്. കുമാറിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയത്. അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ബി.ജെ.പി അന്വേഷിക്കാൻ തുടങ്ങിയാൽ അവർക്ക് അതിനൊരു അന്ത്യം ഉണ്ടാകില്ല, അല്ലെങ്കിൽ പറയുന്ന അണികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അണികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ. അല്ല, ഇതിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്തെ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. അവിടെ ബി.ജെ.പി നേതാക്കന്മാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ സംഭവിച്ചത് എന്താണ്? അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർക്ക് ബി.ജെ.പിയിലെ തന്നെ വലിയ നേതാക്കന്മാർ, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, വലിയ നേതാക്കന്മാർ ലക്ഷങ്ങളാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അത് തിരിച്ചടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം അവിടുത്തെ പ്രസിഡന്റാണ് എം.എസ്. കുമാർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അത്രത്തോളം വിഷമമാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതില് പറയുന്നത്, അതായത് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ്, ഇദ്ദേഹത്തിന് ബി.ജെ.പിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ ബി.ജെ.പിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് താൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ വേദന കൊണ്ടാണ് അത് പറയുന്നത്. കാരണം ബി.ജെ.പിയിലെ എല്ലാ നേതാക്കന്മാരും ലക്ഷങ്ങൾ, കോടികൾ വരെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. കാരണം സാധാരണപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ടാണ് ആ ബാങ്ക് വന്നിട്ടുള്ളത്. കരുവന്നൂരും അത്തരത്തിലുള്ള ബാങ്കുകളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അതെല്ലാം രക്തസാക്ഷികളായി കിടക്കുന്ന ബാങ്കുകളാണ് ഇപ്പോഴും. ഈ എം.എസ്. കുമാർ ബി.ജെ.പി പ്രവർത്തകനല്ല എന്ന് പല നേതാക്കന്മാരും പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്ന ആനന്ദ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ആർ.എസ്.എസുമായി ആനന്ദിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരാണ് ബി.ജെ.പി. പക്ഷേ ഈ വിഷയത്തിൽ കൈ ഒഴിയാൻ കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ബി.ജെ.പിയിലെ 80% നേതാക്കന്മാരും ഈ ബാങ്കിൽ നിന്നും വായ്പകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വായ്പകൾ പലതും തിരിച്ചടയ്ക്കാത്ത ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിയിലെ, അത് തിരുവനന്തപുരത്തെ ബി.ജെ.പി അട്ടപ്പട്ടലം പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായിട്ട് അവിടേക്ക് ഇടപെടാൻ നടത്തുന്നത്. കാരണം നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം പിടിക്കും കേരളം പിടിക്കും എന്ന് പറഞ്ഞ് നടന്ന ബി.ജെ.പി പ്രവർത്തകരിൽ ഒരാൾ പോയിട്ട് ഒരു സ്ത്രീയെ പിടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയെ കയറി പിടിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ നിരന്തരം ബി.ജെ.പി പ്രതിസന്ധിയിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഇവരെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഇത് അത്തരത്തിലുള്ള പ്രതിസന്ധി അല്ല ഉണ്ടാകുന്നത്. ഇത് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിനെതിരെയോ ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെയോ വരുന്ന ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ട് അവർ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ മൂലമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അങ്ങനെയല്ല. ഇതവിടെ പാർട്ടി മുഴുവൻ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം സാധാരണപ്പെട്ട ജനങ്ങളുടെ പണം വാങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം, ജനങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ സാധാരണപ്പെട്ട പണം കൊണ്ടല്ലേ ഈ ബാങ്കുകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അല്ലെങ്കിൽ ഈ ബാങ്കുകളൊക്കെ ഇത്ര വലിയ വിപുലീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംരംഭമാകണമെങ്കിൽ സാധാരണക്കാരുടെ പണം വേണം. എങ്കിൽ മാത്രമേ ഉണ്ടാവൂ. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10ഉം 500ഉം കൂട്ടിച്ചേർത്ത് വെച്ച്
കൊണ്ടിട്ട പൈസയാണ് ഇന്ന് പല നേതാക്കന്മാരും കൊണ്ടുപോയി പുട്ടടിച്ചിട്ടുള്ളത്. അല്ല, ഈ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോഴാണ് ബോധം വന്നത് ഈ പ്രവർത്തകരെയൊക്കെ ചേർത്ത് നിർത്തിയാൽ മാത്രമാണ് ത്രിതല പഞ്ചായത്തിൽ പിടിക്കാൻ സാധിക്കും? അല്ല, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ MS കുമാർ എന്ന് പറയുന്ന നേതാവ്, അതായത് അദ്ദേഹം ഈ ബാങ്ക് എന്ന് പറയുന്നത് നേരത്തെ BJP-കാരെല്ലാം കൂടെ തുടങ്ങി, പിന്നീട് ഇത്രയും വളർന്ന് പന്തലിച്ചപ്പോൾ RSS ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പം BJP-യുടെ ഒരു സംസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബാങ്കുമായിട്ട് BJP പ്രവർത്തകർക്ക് ആർക്കും ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളുമായി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് കുറിക്കാൻ തുടങ്ങി. അവിടെ ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചു. ഞാൻ കൃത്യമായിട്ട് ഓരോ നേതാക്കന്മാരുടെയും പേരെടുത്ത് പറയും. ആ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പാർട്ടി നേതൃത്വത്തിലെ പല നേതാക്കന്മാരും കുടുങ്ങും. ആ കുടുങ്ങി കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പാണ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അട്ടപടലം പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവിടെ ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോ BJP അവിടെ പ്രതിപക്ഷമാണ്. 3-4 സീറ്റിനാണ് കഴിഞ്ഞ കൊല്ലം BJP-ക്ക് നഷ്ടമായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവാദം കൂടി അവിടെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഇദ്ദേഹം കൃത്യമായിട്ട് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ചിലപ്പോ BJP-യുടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരെ, BJP-യുടെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരെ ആ ബാങ്കിന്റെ ലിസ്റ്റിൽ ഉണ്ടാകും, പൈസ കൊടുക്കാനുള്ള ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പൊ അവരെ കള്ളന്മാരെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് BJP-ക്ക് വളരെയധികം ക്ഷീണം ചെയ്യും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു 3 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്ന രഹസ്യ ചർച്ചകൾ നടത്തി. അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. കാരണം തിരുമല അനിലിന്റെ മരണം അത് BJP അപ്പോഴേ കൈയൊഴിഞ്ഞു. ഇത് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഈ ബാങ്ക് BJP-യുടെ അല്ല എന്നെല്ലാം പറഞ്ഞ് കൈയൊഴിഞ്ഞാലും ഇതിൽ നിന്നും പണം എടുത്തിട്ടുള്ള നേതാക്കന്മാരെല്ലാം BJP-കാരാണെന്നേ. ഇതിൽ പറ്റിച്ചുകൊണ്ടുപോയിട്ടുള്ള നേതാക്കന്മാരുടെ പേര് BJP പോരാൻ സാധിക്കുന്ന ഒരു വിഷയത്തിലല്ല ഇപ്പോൾ BJP പെട്ടിരിക്കുന്നത്. അത് ചെറിയ തുകയൊന്നുമല്ല, 40-50 ലക്ഷം രൂപയാണ് ഓരോ വ്യക്തികളും എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ബാങ്ക് തന്നെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ബാങ്ക് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള സാധാരണപ്പെട്ട മനുഷ്യർ, തിരുവനന്തപുരവുമായിട്ട് ഈ BJP നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ കൊണ്ടുപോയി പൈസ ഇട്ട് ഒരുപാട് ആളുകൾ കാണും. ഇവരുള്ള സൗഹൃദം കൊണ്ട് പൈസ ഇട്ട ആളുകൾ കാണും. അപ്പൊ ഇവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞു പൈസ കൊണ്ടിട്ട് ആളുകൾ കാണും. ചോദിക്കും, കൃത്യമായി വിരൽ ചൂണ്ടി തന്നെ ഈ സാധാരണ ജനങ്ങൾ ചോദിക്കും. കാരണം അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടില്ലെന്നേ. പറ്റിച്ചോണ്ട് പോയി. ഇനി അവൻ എവിടുന്ന് തിരിച്ചടയ്ക്കും? ആ ബാങ്ക് ആടപടലം പൂട്ടും, സാധാരണപ്പെട്ടവന്റെ പൈസ നഷ്ടപ്പെടും. കരുവന്നൂര് തന്നെ എത്രയോ സാധാരണപ്പെട്ട മനുഷ്യര് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ബാങ്കിൽ നിന്നും പൈസ കൊടുക്കുന്നില്ലെന്ന്, തന്റെ മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് ഏതെങ്കിലും ചികിത്സ ആവശ്യത്തിനായിട്ട് ഇട്ടേക്കുന്ന പൈസകളാണ്. ആ സമയത്തിന് വിലയുണ്ട്. ആ സമയത്തിന് അവരുടെ പൈസ അവർക്ക് പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ചില ആളുകൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകും, ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ BJP നേതാക്കന്മാർ പണം പറ്റിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ വലിയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തയാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിനോടൊന്നും സാധാരണപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്യാനല്ലല്ലോ നേരമുള്ളത്. ചില സെൻസേഷണൽ വിഷയങ്ങളിൽ മാത്രം തലയിടാനാണ് ഈ ഇത് വലിയൊരു വിഷയമാണ്. ഇപ്പൊ കരുവന്നൂർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ മാധ്യമങ്ങളൊക്കെ ഒരു സമയത്ത്. അതേപോലെ തന്നെ മറ്റൊരു കരുവന്നൂരായിട്ട് ഈ തിരുവനന്തപുരത്തെ ഈ ബാങ്ക് മാറുമ്പോൾ, അത് ബാങ്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പൊ അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ BJP നേതാക്കന്മാരുടെ വാക്കും കേട്ട് അവിടെ പോയി പൈസ ഇട്ട സാധാരണപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യണം? അവിടുത്തെ സാധാരണപ്പെട്ട അണികൾ കാണുമല്ലോ, BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട അണികൾ കാണുമല്ലോ. ഇവരുടെ ജീവിതം കൂടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നത് പോലെ അനുനയത്തിന് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനമൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ ഈ വാഗ്ദാനം എത്രത്തോളം ആയുസ് ഉണ്ടാകും? അല്ല, പാലക്കാട്ട് സാധാരണപ്പെട്ട ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പിന്മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞ BJP നേതൃത്വത്തിന്റെ കയ്യിൽ കോടാനുകോടി രൂപ പണം കാണും. ആ പണമെങ്കിലും എടുത്തു കൊടുത്ത് ആ ബാങ്കിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതം അവിടെ അവതാളത്തിലായിരിക്കും. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP-യുടെ ഒരു പൊടി പോലും കാണാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, BJP തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ബാങ്ക് BJP കൊണ്ടെത്തിക്കും.